ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുക എന്ന നല്ല ടേസ്റ്റുള്ള ഒരു ചിക്കൻ തോരൻ്റെ റെസിപ്പിയാണ്. ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ചിക്കൻ തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 700 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് മാറ്റി വെച്ചിട്ടുള്ളതാണ്. ഇനി തോരനിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ മുളക് പൊടിയൊക്കെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് ചിരകിയ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ കുറച്ച് കറിവേപ്പില ഇതുപോലെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കൈകൊണ്ട് ഒന്ന് തിരുമ്മി മിക്സ് ചെയ്ത് മാറ്റി വെക്കാം നമുക്ക്. ഇനി ചിക്കൻ തോരൻ ഉണ്ടാക്കി തുടങ്ങാം നമുക്ക്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി തീ ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം നമുക്ക് ഈ തേങ്ങാക്കൊത്തൊന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം ഒരു 1.5 മിനിറ്റ് ഒക്കെ വഴറ്റിയാൽ മതിയാവും. നമ്മുടെ തേങ്ങാക്കൊത്ത് ഒരുപാട് കളറൊന്നും മാറിപ്പോവണ്ട. ഇപ്പോൾ 1.5 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് ചതച്ചെടുത്താണ്. മിക്സിയിലിട്ടിട്ടല്ല, ഇടിക്കലിലിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചു കൊടുത്തിട്ടേ ഉള്ളൂ. അതും കൂടെ ചേർത്ത് വീണ്ടും ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പം നമ്മുടെ ചെറിയ ഉള്ളിലേക്ക് നന്നായിട്ടൊന്ന് വഴണ്ട് ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും 8 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. കൂടെ തന്നെ ഒരു വലിയ പച്ചമുളക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം നന്നായിട്ട് തന്നെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ എരിവെള്ള മുളക് പൊടിയും 1/2 ടീസ്പൂൺ തന്നെ കാശ്മീരി മുളക് പൊടിയും കൂടെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വീണ്ടും നന്നായിട്ട് ഇളക്കി പൊടികളുടെയൊക്കെ പച്ചമണം മാറ്റിയെടുക്കാം. പൊടികളുടെയൊക്കെ പച്ചമണം മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. മസാലയൊക്കെ നന്നായിട്ട് ചിക്കനിൽ പിടിച്ചു വരുന്ന രീതിയിൽ വേണം ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് സവോള നീളത്തിൽ ഇതുപോലെ അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ സവോളയാണ് എടുത്തിട്ടുള്ളത്. സവോള കൂടെ ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് തീ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചിട്ടെടുക്കാം. ഇടയ്ക്ക് ഇതുപോലെ അടപ്പൊക്കെ ഒന്ന് തുറന്ന് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. നമ്മൾ ഇതിലേക്ക് വെള്ളം ഒന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ചിക്കനിൽ നിന്നും സവോളയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരുന്നതുകൊണ്ട് തന്നെ വെള്ളം എക്സ്ട്രാ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഒരു 80-85% ചിക്കൻ വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് നേരത്തെ തിരുമ്മി മാറ്റി വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് തേങ്ങയും ചിക്കനും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് കൂടെ നമുക്കൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അടപ്പ് തുറന്ന് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി അവസാനം നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മൾ അടിപൊളി ചിക്കൻ തോരൻ റെഡിയായി. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ് ഇത്. കപ്പയുടെ കൂടെ അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ വേണമെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചിക്കൻ റെസിപ്പി തന്നെയാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. അഭിപ്രായം കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയണം. നമുക്ക് അടുത്തൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.